തിന്മകൾ ചെയ്യുന്നവർ സ്വശരീരത്തോട് അക്രമം കാണിക്കുന്ന ആളുകൾ അല്ലാഹുവിനെ ഓർക്കാൻ തുടങ്ങി, അല്ലാഹുവിനെ പേടിക്കാൻ തുടങ്ങി. അവരുടെ തിന്മകൾ അല്ലാഹുവിനോട് പറയാൻ തുടങ്ങി. പടച്ച റബ്ബേ, എന്റെ കണ്ണൊരു ഹറാം കണ്ടുപോയല്ലോ. പടച്ച റബ്ബേ, എന്റെ ചെവി ഒരു ഹറാം കേട്ടുപോയല്ലോ. പടച്ച റബ്ബേ, നീ ചെയ്യല്ല എന്ന് പറഞ്ഞത് ഞാൻ ചെയ്തു പോയല്ലോ. പ്രത്യേകിച്ചിട്ട് പരിശുദ്ധമായ റമദാനിന്റെ വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു ഹദീസുണ്ട്, വല്ലാതെ പേടിക്കേണ്ട ഒരു ഹദീസുണ്ട്. റമദാൻ ആകുമ്പോൾ പേടി വരുന്ന ഒരു ഹദീസാണത്. മൻ അദ്റക റമദാന ഫലം യുഗ്ഫർ ല. ഒരാൾ പരിശുദ്ധമായ റമദാൻ ഒരാൾക്ക് എത്തിക്കുകയും റമദാനിൽ നന്മ ചെയ്യുവാൻ, നോമ്പ് പിടിക്കുവാൻ അവസരം ലഭിക്കുകയും ചെയ്തു, എന്നിട്ട് റമദാൻ വിട പറയുമ്പോ ഫലം യുഗ്ഫർ ല, അയാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ, അയാളുടെ തെറ്റുകുറ്റങ്ങൾക്ക് അല്ലാഹു മാപ്പ് നൽകിയില്ലെങ്കിൽ അല്ലാഹു അയാളെ അകറ്റി നിർത്തട്ടെ. അവന് സ്വർഗ്ഗമില്ല, അവന് റഹ്മത്തില്ല, അല്ലാഹുവിന്റെ നിഅമത്ത് അവനില്ല. അല്ലാഹു അയാളെ അകറ്റി നിർത്തുമെന്ന് ദുആ ചെയ്തത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ആമീൻ എന്ന് പറഞ്ഞത് ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടനായ വ്യക്തി അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നെഞ്ചത്തേക്കൊന്ന് കൈവച്ചുകൊണ്ട് ആലോചിക്കണേ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടോ? കഴിഞ്ഞ റമദാൻ കഴിഞ്ഞപ്പോഴേക്കും എന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്ന് ഉമ്മ പെറ്റ മക്കളെ പോലെ നിഷ്കളങ്കരായി അല്ലാഹു നമ്മെ മാറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിക്കേണ്ട സമയമാണ്. അവിടെ നമ്മൾക്ക് പാളിച്ചകൾ സംഭവിച്ചെങ്കിൽ ഈ റമദാനിൽ പാളിച്ചകൾ സംഭവിക്കാൻ പാടില്ല. ഈ റമദാനിൽ അപാകതകൾ സംഭവിക്കാൻ പാടില്ല. ഈ റമദാൻ കഴിയുമ്പോഴേക്കും എന്റെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടണമെന്നതാണ് ഓരോ ആളുകളുടെയും വളരെ പ്രധാനമായ ലക്ഷ്യം. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. വൻദോഷങ്ങളും ചെറുദോഷങ്ങളും പുറത്തു തരണേ അല്ലാഹ്. റമദാൻ കഴിയുമ്പോ ഒരു തെറ്റുമില്ലാതെ പാപക്കറയില്ലാത്ത നിഷ്കളങ്കരായ ഉമ്മപറ്റ മക്കളെ പോലെ സ്വാലിഹീങ്ങളായി മാറാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരാൾ ശരീരത്തോട് അക്രമം കാണിച്ചാൽ അവർ അല്ലാഹുവിനെ ഓർക്കുമത്രേ. ഉടനെ അവര് പറയും അവരവരുടെ പാപങ്ങൾ പടച്ച റബ്ബിനോട് തുറന്നു പറയും. അല്ലാഹു പറയാണ്, നിങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്തോ? തെറ്റ് ചെയ്താലൊന്നും കുഴപ്പമില്ല. തെറ്റ് ചെയ്യും മനുഷ്യൻ, സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തോടുകൂടി തെറ്റ് ചെയ്യാത്ത ആളുകൾ അസ്തമിച്ചിരിക്കുകയാണ്. മഅസൂമിങ്ങൾ പ്രവാചകന്മാരാണ്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതോടുകൂടി പിന്നെ മഅസൂമിങ്ങളില്ല. പിന്നെ ജീവിതത്തിൽ പാപം വരും. പക്ഷെ ഏറ്റവും നല്ലതെന്താ? തെറ്റ് ചെയ്താൽ ഉടനെ മാപ്പ്, ഉടനെ അള്ളാഹുവിനോട് തൗബ ചെയ്യണം. ഒരാൾ ഒരു തെറ്റിൽ നിന്ന് അള്ളാഹുവിലേക്ക് മടങ്ങി കണ്ണീരൊഴുക്കി ദുആ ചെയ്താൽ അയാൾ തെറ്റ് ചെയ്യാത്തതിന് സമമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മൾക്ക് ഈ സദസ്സിൽ ആത്മാർത്ഥമായി കരഞ്ഞ് ദുആ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങിപ്പോയ നമ്മൾ വിശ്വസിച്ചോളണം, എന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന്. പിന്നെ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല, പിന്നെ സംശയം ഉണ്ടാവാൻ പാടില്ല. നമ്മളൊരു സദസ്സിലോ അല്ലെങ്കിൽ പേഴ്സണലായി ദുആ ചെയ്യാണ്, വീട്ടിലിരുന്നിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കരഞ്ഞ് ദുആ ചെയ്യാൻ, തൗബ ചെയ്യാൻ, അല്ലാഹുവേ ഇനി ഞാൻ ആവർത്തിക്കില്ല, അല്ലാഹുവേ, പിന്നെ ഉറപ്പിച്ചോളണം അല്ലാഹു എന്റെ പാപങ്ങൾ പുറത്തു തന്നു എന്ന്. പിന്നെ ഇനി ശിഷ്ടകാലം തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് പറഞ്ഞത് ഏതെങ്കിലും പണ്ഡിതന്മാരല്ല, അല്ലാഹുവിന്റെ ഹബീബാണ്. ഒരു തെറ്റിൽ നിന്നൊരാൾ പാപമോചനം തേടിയാൽ, ഒരു തെറ്റിൽ നിന്നൊരാൾ തൗബ ചെയ്താൽ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞുവല്ലോ, വല്ലദീ നഫ്സീ ബിയദിഹി, ആരുടെ എന്റെ ശരീരം ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അല്ലാഹുവാണ് സത്യം. ലൗ ലം തുദ്നിബൂ, നിങ്ങൾ ആരും തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ,
ലദഹബല്ലാഹു ബികും, അല്ലാഹു നിങ്ങളെ നശിപ്പിച്ചു കളയും. നിങ്ങൾ ആരും തെറ്റ് ചെയ്യുന്നില്ല, എല്ലാവരും നല്ലതേ ചെയ്യുന്നുള്ളൂ, എല്ലാവരും നന്മയെ ചെയ്യുന്നുള്ളൂ എങ്കിൽ അല്ലാഹു നിങ്ങളെ നശിപ്പിച്ചു കളയും. വലജാഅ ബിഖൗമിൻ, വേറൊരു സമൂഹത്തെ അല്ലാഹു ഭൂമിയിലേക്ക് കൊണ്ടുവരും. യുദ്നിബൂൻ, അവർ തെറ്റ് ചെയ്യുന്നവരാണ്. ഫയസ്തഗ്ഫിറൂൻ, തെറ്റ് ചെയ്താൽ ഉടനെ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരുമാണ്. അപ്പൊ തെറ്റ് ചെയ്യുമെന്നത് ഉറപ്പാണല്ലോ, തെറ്റ് ചെയ്യുമെന്നത് ഉറപ്പാണ്. പക്ഷേ അല്ലാഹുവിന്റെ താല്പര്യം എന്താണ്? അല്ലാഹുവിന്റെ ആഗ്രഹം എന്താണ്? തെറ്റ് ചെയ്താൽ ഉടനെ അല്ലാഹുവിലേക്ക് മടങ്ങണം. അല്ലാതെ തിന്മയെ ലഘൂകരിച്ച് കാണുകയും നിസ്സാരവൽക്കരിക്കുകയും പരസ്യമാക്കുകയും ചെയ്യുന്ന വളരെ ദാരുണമായ ദയനീയമായ സ്വഭാവം പടച്ചറപ്പിന് ഇഷ്ടമല്ല. തെറ്റ് ചെയ്താൽ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാത്ത നിരന്തരമായി ആവർത്തിക്കുന്ന ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമല്ല. ഒരു തെറ്റ് ചെയ്താൽ അല്ലാഹുവിനോട് തൗബ ചെയ്യണം. നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ലേ, നിങ്ങളെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് മറ്റൊരു സമൂഹത്തെ ഞാൻ കൊണ്ടുവരും. യുദ്നിബൂൻ, അവർ തെറ്റ് ചെയ്യുന്നു. ഫയസ്തഗ്ഫിറൂൻ, അല്ലാഹുവിനോട് അവർ പൊറുക്കലിനെ തേടുന്നു. ഫയഗ്ഫിറു ലഹും, അല്ലാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഞാൻ കൊണ്ടുവരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുല്ലു ബനീ ആദമ ഖത്വാഉൻ, ലോകത്തുള്ള ആദം സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്ന ആളുകളാണ്. വഖൈറുൽ ഖത്വാഈന അത്തവാബൂൻ, എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ അല്ലാഹുവിന് ഇഷ്ടം തൗബ ചെയ്യുന്ന ആളുകളെയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് പ്രതീക്ഷ നൽകാനാണ് എൻ്റെ ആഗ്രഹം. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിങ്ങൾ നിരാശരാവാൻ പാടില്ല. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. ഒരുപാട് കള്ളു കുടിച്ചു പോയല്ലോ, ഒരുപാട് വിചാരം ചെയ്തുവല്ലോ, ഒരുപാട് ഹറാമുകൾ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. ഇനി എനിക്ക് പടച്ച റബ്ബ് പുറത്തു തരില്ലേ, എനിക്ക് അല്ലാഹു മാപ്പ് തരില്ല, ഞാൻ ഇനി നന്നാവാൻ പോകുന്നില്ല എന്നൊരാളും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാൻ ഉപയോഗിക്കാത്ത ഡ്രഗ് ഇല്ല, ഞാൻ ഉപയോഗിക്കാത്ത മയക്കുമരുന്നോ മദ്യമോ ഇല്ല, ഞാൻ ഉപയോഗിക്കാത്ത ഒരു പെണ്ണില്ല, ഞാൻ ചെയ്യാത്ത തെറ്റില്ല. എന്നാലും നിങ്ങൾ നിരാശരാവേണ്ട. നബിയെ, താങ്കൾ പറയണം, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, ശരീരത്തോട് തുരുതുരാ അക്രമങ്ങൾ കാണിച്ച നിരന്തരമായി തെറ്റ് ചെയ്ത ആളുകളോട് നിങ്ങൾ പറയണം, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും നിരാശരാവാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു നിങ്ങളുടെ പാപം തരാൻ വേണ്ടി, പാപം പുറത്തു തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ പരിശുദ്ധമായ റമളാനിന്റെ പകലിൽ അല്ലാഹുവിന്റെ രണ്ട് കരങ്ങളെ നീട്ടിയിരിക്കുകയാണ്. എന്തിനെന്നറിയോ? ഇന്നലെ മഗ്രിബ് മുതൽ സുബ്ഹി വരെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങൾ പടച്ച റബ്ബിനോട് പറഞ്ഞുകൊണ്ട് തൗബ ചോദിക്കാൻ, തൗബ ചെയ്യാൻ, അല്ലാഹുവിനോടൊന്ന് പുറത്തു തരാൻ പറയാൻ വേണ്ടി അല്ലാഹുവിന്റെ രണ്ട് കരങ്ങളെ നീട്ടിയിരിക്കുകയാണ്. യബ്സുതു യദഹു ഫിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈലി, രാത്രിയിൽ ഒരാൾ ചെയ്യുന്ന പാപങ്ങൾ അവൻ പടച്ച റബ്ബിനോട് രാവിലെ വന്ന് തുറന്നു പറഞ്ഞാൽ അല്ലാഹു അയാൾക്ക് മാപ്പ് നൽകും. എന്നാൽ രാത്രിയാകുമ്പോഴേക്കും അവന്റെ ഇരുകരങ്ങൾ പടച്ച റബ്ബിങ്ങനെ നീട്ടിവെക്കുന്നു. എന്തിനാണത്? പകൽ മുതൽ സുബ്ഹി മുതൽ അസ്ർ വരെ, മഗ്രിബ് വരെ അയാൾ ചെയ്ത തിന്മകൾ പടച്ച റബ്ബിനോടൊന്ന് ഏറ്റെടുത്തു പറയാൻ വേണ്ടി, എന്നിട്ട് റബ്ബിനോട് പാപമോചനം ചോദിക്കാൻ വേണ്ടി. അങ്ങനെ ചോദിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് വിഷമിക്കല്ല, ആരും പേടിക്കല്ല, ഞാൻ നരകത്തിലേക്കാണോ പോകുന്നത്, അങ്ങനെ വിചാരിക്കുകയേ വേണ്ട. അല്ലാഹു നമ്മൾക്കൊക്കെ സ്വർഗ്ഗം നൽകട്ടെ, അല്ലാഹു നമ്മൾക്കൊക്കെ സ്വർഗ്ഗം നൽകട്ടെ.